നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വി എൻ വാസവനാണ് ഇന്ന് അതിഥിയായി നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. മോർണിംഗ്, സെയിം ടു യു. മിനിസ്റ്റർ, ഏതുവരെ എത്തിയ ഓണം? ഇന്ന് ഉത്രാടമാണ്, ഏതുവരെ എത്തിയ ഓണം? ഓണം എല്ലാ ആഹ്ലാദത്തോടും ആരവങ്ങളോടും കൂടി വരവേൽക്കുന്ന സാഹചര്യം നാടും നഗരവുമെല്ലാം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം നമ്മളുമെല്ലാം അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. മിനിസ്റ്റർ, ഓണം എവിടെയാണ്? കോട്ടയത്താണോ അതോ തിരുവനന്തപുരത്താണോ? കോട്ടയത്താ. കുടുംബത്തോടൊപ്പം തന്നെയാണ് ഓണം? കുടുംബത്തിലുണ്ടാവും. ആ കൂട്ടത്തിൽ മണ്ഡലത്തിലെ ചില അനാഥ മന്ദിരങ്ങളിൽ, ചില അഭയകേന്ദ്രങ്ങളിൽ ഒക്കെ ഓണവുമായി ബന്ധപ്പെട്ട പരിപാടികളും അവരുടെ ഓണസദ്യക്കും പങ്കെടുക്കേണ്ടതുണ്ട്. അതിലും മിനിസ്റ്റർ, ഇപ്പം ഓണവിശേഷത്തിൽ നിന്ന് നമ്മൾ വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ GSTയിലൊക്കെ വലിയ ഇളവുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ പൊതുജനങ്ങൾക്കൊക്കെ വലിയ നേട്ടം ഉണ്ടാക്കുമെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചത് എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക മിനിസ്റ്റർ? കാരണം ഇപ്പം സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്കൊക്കെ പോവുകയാണ്. അപ്പം ഒത്തിരി പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാനുണ്ട്. ഇപ്പം GSTയിൽ വന്നൊരു വലിയ മാറ്റം, അതിനെ ഇനി എങ്ങനെ മറികടക്കും? എങ്ങനെയാണ് സർക്കാർ ഇനി മുന്നോട്ട് പോവുക? ഇക്കാര്യത്തിൽ BJP ഇതര സംസ്ഥാന ഗവൺമെൻറ്റുകൾ 8 കൂട്ടരുണ്ട്. അവർ കൂടിയാലോചിച്ച് പ്രശ്നം GST കൗൺസിൽ ഉന്നയിച്ചിരുന്നു. സംസ്ഥാനങ്ങൾക്ക് വലിയ രൂപത്തിൽ വിഹിതങ്ങൾ കുറയുന്ന രൂപത്തിലേക്ക് വന്നാൽ നമ്മുടെ പദ്ധതിയെയും ഭാവി പ്രവർത്തനങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ള കാര്യം കൗൺസിലിൽ ബഹുമാനായ ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ അത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പരിഹാര നിർദ്ദേശം അവസാനത്തെ ഇന്നലത്തെ പ്രഖ്യാപനം വന്നപ്പോഴും ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രശ്നം നമ്മുടെ മുമ്പിൽ ഗൗരവത്തോടെ നിൽക്കുകയാണ്. പൊതുവേ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞ കാലഘട്ടത്തിൽ തരേണ്ട പല രൂപത്തിലുള്ള വിഹിതങ്ങൾ തരാൻ നിൽക്കുകയാണ് പുതിയ രൂപത്തിലുള്ള വെല്ലുവിളി കൂടി നമ്മുടെ മുമ്പിൽ ഉയരുന്നത്. ഇപ്പം നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് 2000 കോടി രൂപയോളം കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ളത് പാവപ്പെട്ട നെൽകൃഷിക്കാർക്ക് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നാണ് ഇപ്പോൾ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ പഴയ GST കോമ്പൻസേഷൻ്റെ വിഹിതവും IGST നമുക്ക് കിട്ടേണ്ടതും അതോടൊപ്പം റവന്യൂ കമ്മിയുടെ സബ്സിഡിയും ഇതെല്ലാം നമുക്ക് പഴയത് വലിയ രൂപത്തിൽ തരാൻ നിലനിൽക്കുകയാണ്. നമുക്ക് പ്രകൃതി ദുരന്തമുണ്ടായി. ആ പ്രകൃതി ദുരന്തമുണ്ടായി വയനാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു സിംഗിൾ പൈസ നമ്മളെ സഹായിക്കാൻ തന്നില്ലെന്ന് മാത്രമല്ല, മറ്റ് ഏതെങ്കിലും തരത്തിൽ തന്നാൽ അത് വായ്പയായി മാത്രം പരിഗണിക്കും എന്ന രൂപത്തിലേക്കുള്ള നിഷേധാത്മക സമീപനമാണ് കേന്ദ്രം സ്വീകരിച്ചത്. അതേസമയത്ത് പ്രളയമുണ്ടായ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം വെള്ളം ഇറങ്ങുന്നതിന് മുമ്പേ പണം കൊടുക്കും നമ്മൾ കണ്ടു. നമുക്കാണെങ്കിൽ 298 പേർ മണ്ണിനടിയിൽ പോയി. അതിദാരുണമായ സംഭവം, ഒരുപക്ഷെ സമാനതകളില്ലാത്തൊരു ദുരന്തം നമ്മൾ വല്ലാത്ത രൂപത്തിൽ കണ്ടു. അത്തരത്തൊരു ദുരന്തത്തിൻ്റെ രംഗത്ത് മഹാദുരന്തമാണെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഒരു പൈസ തന്ന് നമ്മളെ സഹായിച്ചില്ല എന്ന വേദനാജനകമായ അനുഭവം നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇടിവെട്ടിവനെ പാമ്പ് കടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പുതിയ GST സംവിധാനം കൂടി നിലവിൽ വരുന്നതോടുകൂടി, നയം കൂടി വരുന്നതോടുകൂടി സംസ്ഥാനങ്ങൾക്ക് കുറവ് വരുന്ന ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനൊരു ക്രിയാത്മക നിർദ്ദേശം ഒരു കാരണവശാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വേദനാജനകമായ അനുഭവം. വ്യക്തമാണ് മിനിസ്റ്റർ. ഇപ്പോൾ ഈ മറ്റൊരു വിവാദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഉയർന്നു കേൾക്കുന്ന വിവാദങ്ങൾക്കൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ മിനിസ്റ്ററെ? ഒരടിസ്ഥാനവും ഇല്ല. കാരണം അത് വെറും രാഷ്ട്രീയമായി ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി, വിവാദത്തിന് വേണ്ടി ഉണ്ടാക്കിയ വിവാദമാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷക്കാലം മുമ്പ് എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് വരാനൊരു പ്രേരക ശക്തിയായി വിദേശത്തുനിന്ന് വന്ന പ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും ഭാവിയിൽ വരേണ്ട മാറ്റങ്ങളും സംബന്ധിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കിക്കൂടെ അന്ന് അവർ മുന്നോട്ട് വയ്ച്ച നിർദ്ദേശം കൂടിയാണ് ഇത്തരൊരാശയം രൂപം കൊണ്ടത്. ആ ഘട്ടത്തിൽ തന്നെയാണ് ഏതാണ്ട് 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആദ്യം തയ്യാറാക്കി വന്ന ആ പ്ലാനും എസ്റ്റിമേറ്റും ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചില്ല. അപ്പോൾ രണ്ടാമതായി വീണ്ടും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ചുമതലപ്പെടുത്തി. ആ മാസ്റ്റർ പ്ലാൻ ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ഗവൺമെൻറ് മുമ്പാകെ 2003 കോടിയിൽ പരം രൂപയുടെ
ചെലവ് വരുന്ന ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശത്തോടുകൂടി സമർപ്പിക്കുകയുണ്ടായി. 773 കോടി രൂപയുടെ വികസനം ശബരിമലയിലും ഏതാണ്ട് 300 കോടിക്കടുത്ത് വരുന്ന വികസനങ്ങൾ പമ്പയിലും നിലയ്ക്കലുമായി നടത്തുന്നതാണ് പുതിയ മാസ്റ്റർ പ്ലാനിലെ നിർദ്ദേശങ്ങൾ. അത് പ്രായോഗികമായി നടപ്പാക്കുന്ന രംഗത്ത് 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുമ്പോൾ അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുക. ആ വികസന രംഗത്ത് പല രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരുന്ന കൂട്ടരുണ്ട്, അയ്യപ്പ ഭക്തന്മാർ. അവരുടെ സഹായം നമ്മൾ വാങ്ങിയെടുക്കുക. മറ്റൊന്ന്, ഈ രംഗത്ത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തർക്ക് സ്വദേശികളും വിദേശികളുമായ അയ്യപ്പ ഭക്തന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഏതെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവർ നിർദ്ദേശിക്കുക. ഭാവിയിൽ എന്ത് മാറ്റം വേണമെന്നുള്ള അവരുടെ ക്രിയാത്മക നിർദ്ദേശങ്ങൾ വയ്ക്കുക. അതോടൊപ്പം തന്നെ തത്വമസി എന്ന ആശയം ലോകത്തൊരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെയും ശ്രീകോവിലില്ലാത്തതാണ്. ശബരിമലയുടെ ശ്രീകോവിൽ എഴുതി വച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ ആശയം തത്വമസിയാണ്, ഞാൻ നീയാവുന്നു. അപ്പോൾ ഭക്തനും അയ്യപ്പനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല. അത്തരം ഒരു മഹത്തായ വിശ്വമാനവയുടെ സന്ദേശമുള്ള ഒരാരാധനയിലും ലോകത്തില്ല. അപ്പോൾ ലോകോത്തരമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ മാറ്റി തീർക്കാൻ ആ ആശയവും നമ്മൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മിനിസ്റ്റർ, ഇതിപ്പം കോടതി സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിലിപ്പം എങ്ങനെയാകും സർക്കാർ ഈ വിഷയങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക? ഇപ്പൊ ഏതെങ്കിലും എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ ഒരു തിരുത്തലുണ്ടാകുമോ? ഇല്ല, കോടതി ഇപ്പൊ ചോദിച്ചിട്ടുള്ള കൃത്യമായ ഓർഡറാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ സൂചിപ്പിച്ചത്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബെഞ്ച് ഇന്നലെ സൂചിപ്പിച്ചിട്ടുള്ളത് കൃത്യമായി അത് നടത്തി മുന്നോട്ട് പോകാനും അത് വ്യക്തവരുത്തിക്കൊണ്ട് നീങ്ങാനുമോ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അതിന് ഒരു തടസ്സവും പറഞ്ഞിട്ടില്ല. മറിച്ച് വേറെ ഏതെങ്കിലും രൂപത്തിൽ അതിൽ അവ്യക്തതയും പറഞ്ഞിട്ടില്ല. തിരിച്ച് ഈ ദേവസ്വം ബെഞ്ച് ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ അത് റെഫർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ചോളം വേറെ അവ്യക്തതയോ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളോ കോടതി മറ്റേതെങ്കിലും ഇടപെടലോ നടത്തിയിട്ടില്ല. അത് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഉത്തരവാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ അത് കൃത്യമായി ബോധ്യപ്പെടുത്താനും നമുക്ക് കഴിയും. അതിനകത്തൊന്നും സംശയവുമില്ല. മിനിസ്റ്റർ, ഇപ്പോൾ സാമുദായിക സംഘടനകളൊക്കെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. NSSും SNDPയും ഒക്കെ പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഈ വിഷയം, ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു, അങ്ങനെ ഒരു ആശയമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ആദ്യം തന്നെ ഇപ്പോൾ NSSനെയും SNDPയും ഒക്കെ സമീപിച്ചപ്പോൾ അറിയിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു പ്രതികരണം? അല്ല, അവർ ഇത് കേട്ടപ്പോൾ തന്നെ പരസ്യമായി തന്നെ ഓരോരുത്തരുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. NSS പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പങ്കെടുക്കുമെന്ന് അറിയിച്ചു. SNDP അതിന് പിന്തുണ പ്രഖ്യാപിച്ച് പങ്കെടുക്കുമെന്ന് അറിയിച്ചു. KPMS പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പങ്കെടുക്കുമെന്ന് അറിയിച്ചു. മലയരയ സഭ പൂർണ്ണമായി പ്രഖ്യാപിച്ചു അവർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. വേലൻ മഹാസഭ സൊസൈറ്റി പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതേപോലെ തന്നെ വിളക്കിത്തല നായർ സമുദായം പങ്കെടുക്കുമെന്ന് പറഞ്ഞു. വിശ്വകർമ്മ സമുദായം പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന സംഘടനകളും സാമൂഹ്യ ശക്തികളും എല്ലാം അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ പങ്കെടുക്കും, നല്ല ആശയമാണ്, അവിടെ വേറെ ഒന്നുമില്ല, അയ്യപ്പ ഭക്തിയുള്ളവർക്കും അവിടെ വരുന്ന തീർത്ഥാടകർക്കും ഇതേറെ സ്വാഗതാർഹമായ ഒരു നിലപാടാണ് എന്ന് കണ്ടുകൊണ്ട് അവർ പങ്കെടുക്കുന്നവർ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നു. അവിടെ വേറെ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും ജാതിയോ മതമോ ഒന്നും കലർത്തേണ്ട ഒരു പ്രശ്നവും ആ കാര്യത്തിലില്ല. അപ്പോൾ അതൊരു വിവാദമാക്കി എടുക്കാൻ വേണ്ടി ചില ആളുകൾ രാഷ്ട്രീയമാക്കി മാറ്റാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാര്യവുമില്ല, ഇതിന് ഒരു അടിസ്ഥാനവുമില്ല. ആ കാര്യത്തെ സംബന്ധിച്ചോളം ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ മന്ത്രിമാർ, അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തന്മാർ, വിവിധ അയ്യപ്പ സേവാ സംഘടനകൾ ഉൾപ്പെടെയുള്ള കൂട്ടരുമാണ് അതിൽ പങ്കെടുക്കുക. അതിൽ ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളെ വെച്ചിട്ടാണ് സെമിനാർ നടക്കുക. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലൊരു വിവാദം ഉണ്ടാക്കി മറ്റേതെങ്കിലും ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നതിന് ഒരടിസ്ഥാനവും ഇല്ല എന്നുള്ള കാര്യമാണ് ആവർത്തിച്ചുറപ്പിച്ച് സൂചിപ്പിക്കുക. മിനിസ്റ്റർ, ഇതിപ്പം സർക്കാർ പറയുന്നുണ്ട് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗമമാണ് അവിടെ നടക്കുന്നത് എന്ന്. ദേവസ്വം ബോർഡും സമാനമായ നിലപാടാണ്. കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ ദേവസ്വം ബോർഡ് അംഗം അതിഥിയായി എത്തിയ സമയത്ത് അദ്ദേഹവും ഈ ഒരു വിഷയത്തിൽ വ്യക്തത വരുത്തിയതാണ്. അവിടെ മറ്റു തരത്തിൽ ഒരു ചർച്ചയും ഇല്ല, വികസനം മാത്രമാണ് അജണ്ട എന്ന് പറഞ്ഞതാണ്. പക്ഷേ പ്രതിപക്ഷം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആ രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ ചർച്ചകളൊക്കെയും. VD സതീശന്റെ നിലപാടും. കാരണം കഴിഞ്ഞ ദിവസം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ട് പോലും അതിന് അദ്ദേഹം കൂട്ടാക്കിയില്ല. അപ്പോൾ ഇനി ഈ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അല്ല, ഈ കാര്യത്തിൽ ഇത് രാഷ്ട്രീയമല്ലല്ലോ. പ്രതിപക്ഷമോ രാഷ്ട്രീയ പാർട്ടികൾക്കോ വീതം വെച്ച് ഈ കാര്യങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നവുമില്ല. ഇത് അയ്യപ്പ ഭക്തന്മാരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവിടെ അയ്യപ്പ ഭക്തിയോട് ബന്ധപ്പെട്ടവരും ശബരിമല തീർത്ഥാടനം ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റണമെന്നുള്ള താല്പര്യമുള്ളവർക്കും എല്ലാവരും വരാം. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പങ്കുവെക്കുന്നതിൽ ഇതൊന്നും പങ്കുവെക്കേണ്ട പ്രശ്നങ്ങളില്ല.
ഇതിൽ നല്ല കാര്യങ്ങൾ നടക്കുന്ന കേരളത്തിൽ ഏത് കാര്യത്തിനാണ് പ്രതിപക്ഷ നേതാവ് വന്നിട്ടുള്ളത്? ലോക കേരള സഭ നടന്നു, അദ്ദേഹം ബഹിഷ്കരിച്ചു. നവകേരള സദസ്സ് നടന്നു, അദ്ദേഹം ബഹിഷ്കരിച്ചു. വിഴിഞ്ഞം തുറമുഖം അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം ബഹിഷ്കരിച്ചു. ഇപ്പോൾ വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു, അദ്ദേഹം ബഹിഷ്കരിക്കുന്നു. ഇങ്ങനെ നല്ല കാര്യങ്ങൾ വരുന്നിടത്തൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ ഗവൺമെൻറ് നടപ്പാക്കിയ കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെയും അദ്ദേഹം ഏതായാലും പ്രതിപക്ഷത്തെ യോജിച്ച് എല്ലാവർക്കും കൂടി അത് ബഹിഷ്കരിക്കുന്നു പറയാൻ കഴിയില്ല. പ്രതിപക്ഷ നേതാവിന് മാത്രമേ കഴിയുന്നുള്ളൂ എന്നുള്ളത് നമ്മളെല്ലാം കണ്ടു. അപ്പോൾ ഈ കാര്യത്തിൽ UDF-നകത്തും പ്രതിപക്ഷത്തിനകത്തും വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു. അയ്യപ്പ സംഗമത്തോട് താതാത്മ്യം പ്രാപിച്ച് യോജിക്കുന്ന ധാരാളം ആളുകൾ UDF-ലുണ്ടെന്നല്ലേ ആ സംഭവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ പ്രസിഡന്റിനെ കാണാൻ അവസരം കൊടുത്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹത്തിൻ്റെ ആതിഥേയ മര്യാദയുടെ ഭാഗമാണ്. ഒരു പ്രസിഡന്റ് ചോദിച്ചിട്ട് ചെന്നിട്ട് സമയം ചോദിച്ചിരുന്ന് നിവേദനം കൊടുക്കാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാൻ ക്ഷണക്കത്ത് കൊടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്നിട്ടും കാണാൻ കൂട്ടാക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് സാമാന്യ മര്യാദ അനുസരിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആരെങ്കിലും വന്നാൽ നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ശത്രുവായിരുന്നാലും മിത്രമായിരുന്നാലും ആശയപരമായി പിന്നുള്ളവരാരായിരുന്നാലും ആതിഥേയ സംസ്കാരത്തിൽ ഒരു നിലവാരത്തിൽ നിന്നിട്ട് ആ കാര്യങ്ങളെ കാണുകയാണ് പൊതുപ്രവർത്തകർ ചെയ്യുക. ഇവിടെ അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിച്ചു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നിലപാട് വ്യക്തമാണ് മിനിസ്റ്ററെ. അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്കൊപ്പം ചേർന്നതിന്. അങ്ങേക്ക് നല്ലൊരു ഓണക്കാലം കൂടി ആശംസിക്കുക. ഓക്കെ, താങ്ക് യു. സെയിം ടു യു. ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ.